ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ചന്ദ്രമതി ചന്ദ്രോദയത്തിലേക്ക് തിരിച്ചെത്തുവരികയാണ്. ഹാളിൽ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്ന സമയത്തിന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ, എപ്പോഴും ഇത് നിന്റെ വീട് എന്ന് നീ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഉറക്കത്തിൽ പോലും നീ അങ്ങനെയാണ് പറയാറുള്ളത്. പിന്നെ നീ എന്തിനാ ചന്ദ്ര ഈ വീട് വിട്ടു പോയത് എന്നൊക്കെ ചോദിക്കും. ചന്ദ്രക്ക് അതിന് മറുപടിയൊന്നും ഇല്ലാതെ അങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. അമ്മ പോയതിൽ പിന്നെ ഞാൻ മര്യാദക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്ന് ശ്രുതി പറയുമ്പോൾ സച്ചി കളിയാക്കുന്നുണ്ട്. അവൻ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടാവും, ഇവിടെ വന്നതിന് ശേഷം അവൻ കഴിക്കാറില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ പറയും. ആൻറ്റി ഇവിടെ നിന്ന് പോയപ്പോൾ ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട് എന്ന് വർഷ പറയുമ്പോൾ അത് 2 ദിവസം രേവതി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാത്തതിന് ക്ഷീണമാണ് എന്നും താൻ ട്രിപ്പൊക്കെ പോയി വരുമ്പോൾ 2 കിലോ ഒക്കെ കുറയാറുണ്ട് എന്നും എല്ലാം രേവതിയുടെ ഭക്ഷണത്തിൻ്റെ കഴിവാണ് എന്നൊക്കെ സച്ചി പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കാണ്. അന്നേരം ചന്ദ്രമതി ദേഷ്യത്തോടു കൂടെ പറയുന്നുണ്ട്, ഞാൻ ഭക്ഷണം കിട്ടാത്ത ഒരിടത്തേക്കൊന്നുമല്ല പോയത് എന്ന്, നല്ലതുപോലെ ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട് എന്നും പറയും. അച്ഛാ, ഇത്രയൊക്കെ ഇവിടെ വഴക്കുണ്ടായിട്ടും ഇനി ഈ വീട് വിട്ടു പോവില്ല എന്ന് പറയണമെന്നും രേവതി ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളെ തന്നെ ചീത്ത പറഞ്ഞ് ഇവിടെ തന്നെ ഇരിക്കാൻ പറയണമെന്നും സച്ചി വീണ്ടും കളിയാക്കിക്കൊണ്ട് പറയാണ്. അവിടെ വഴക്കിടാൻ ആളില്ലാത്തത് കൊണ്ടാണ് ചന്ദ്രൻ നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത് എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ ചന്ദ്രമതി ദേഷ്യപ്പെട്ട് രവീന്ദ്രനെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കാണ്. ആ, അച്ഛൻ പറഞ്ഞത് ശരിയാണ്. ഈ അമ്മ എന്ത് പറഞ്ഞാലും ബാമാറ്റി കേട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തല്ലി പിടിക്കാൻ ആളില്ലാത്തതിൻ്റെ കുറവാണ് എന്ന് സച്ചി പരിഹസിക്കുമ്പോൾ ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ഞാൻ ഇവിടെ വന്നത് നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല അല്ലേ? എന്നോട് പോകാനാണോ നിങ്ങൾ വീണ്ടും പറയുന്നത് എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ വർഷ ഇടപെട്ടു. ആൻറ്റി, ഈ എല്ലാവരും കളിയാക്കുന്ന പേരും പറഞ്ഞ് ഈ വീട് വിട്ട് പോവാനാണോ ഭാവമെന്നും താൻ ശ്രീകാന്തുമായി തല്ലി പിടിച്ച് വീട്ടിൽ പോയപ്പോൾ ആൻറ്റി തന്നെ ചീത്ത പറഞ്ഞിട്ട് ഇപ്പോൾ അതേ തെറ്റ് ആൻറ്റി തന്നെ ചെയ്തിരിക്കുന്നുവെന്നും വർഷ കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് തന്നെ ചന്ദ്രമതിയോട് പറയും. ചന്ദ്രമതിക്ക് അന്നേരം മറുപടിയൊന്നുമില്ലാതെ നിൽക്കുമ്പോൾ ഞങ്ങൾ അത്രയൊക്കെ പറഞ്ഞിട്ടും ആൻറ്റി എന്തിനാ തിരിച്ചു വന്നേ എന്ന ചിന്തയിലായിരിക്കും ശ്രുതി. ചന്ദ്രേ, ഞാൻ അന്ന് ആ വീട്ടിലേക്ക് വന്നിട്ട് അത്രത്തോളം സംസാരിച്ചിട്ടും നീ വന്നില്ലല്ലോ. നിന്റെ മകനും മരുമകളും വന്നിട്ടും നീ ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ. ഇപ്പം നിനക്ക് എന്തു പറ്റി? ഇങ്ങനെ നിന്റെ മനസ്സ് മാറി പറയാൻ മാത്രം നിനക്ക് എന്തു പറ്റി എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ ആ പൂക്കാരിയുടെ കുടുംബം മൊത്തത്തിൽ എൻ്റെ മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞു. കരഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് എന്ന് ചന്ദ്രമതി അങ്ങ് കള്ളം പറയും. രേവതിയുടെ കുടുംബം എല്ലാവരും നിന്റെ മുന്നിലേക്ക് വന്നോ എന്നിങ്ങനെ രവീന്ദ്രൻ ഭയങ്കര അത്ഭുതപ്പെട്ട് ചോദിക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും വന്ന് ഭയങ്കര കരച്ചിലായിരുന്നു എന്ന് ചന്ദ്രമതി അങ്ങ് നുണ പറയും. അതുകൊണ്ട് തന്നെയാണ് അമ്മ വന്നത് എന്നും അവരും കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ അമ്മ പാവമായതുകൊണ്ട് മനസ്സലിഞ്ഞ് വന്നതായിരിക്കുമെന്ന് സച്ചി കളിയാക്കിക്കൊണ്ട് പറയാണ്. അപ്പോൾ ശരിക്കും അവർ മാപ്പ് പറഞ്ഞത് കൊണ്ടാണോ നീ വന്നത് എന്ന് രവീന്ദ്രൻ വീണ്ടും ചോദിക്കുന്ന സമയത്തിന് അതേ എന്ന് പറഞ്ഞ് ചന്ദ്രമതി സമ്മതിച്ചു. എന്നാൽ അവർ മാപ്പ് പറയുന്നതിന് മുൻപേ തന്നെ അമ്മ കേസ് പിൻവലിച്ചല്ലോ, അതെന്താണെന്ന് ശ്രീകാന്തും ശ്രുതിയും സംശയം ചോദിക്കാണ്. അത് പിന്നെ നിങ്ങളുടെ അച്ഛൻ വന്ന് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടാണ് എന്നും വേറെ ആരോ ചെയ്ത തെറ്റിന് നമ്മൾ എന്തിനാ അങ്ങനെ പിരിഞ്ഞിരിക്കുന്നത് എന്ന് കരുതിയിട്ടാണ് കേസ് പിൻവലിച്ചത് എന്നും ചന്ദ്രമതി പറയും. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ രവീന്ദ്രൻ ഇങ്ങനെ ഷോക്കേറ്റതുപോലെ നിൽക്കുകയാണ്. എന്ന് താൻ പറയുന്നതെല്ലാം തന്നെ ശരിയാണ് എന്ന് ചന്ദ്രമതിക്ക് മനസ്സിലായോ എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഇപ്പോൾ ഞാൻ ചെയ്തതൊക്കെ തെറ്റായി പോയോ? എന്താ ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവണോ എന്ന് ചന്ദ്രമതി ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ അയ്യോ അമ്മേ, ദേഷ്യത്തിൽ ഇനി ഇറങ്ങിപ്പോവില്ലേ എന്നും അമ്മയെ കാണാൻ ബാമാൻറ്റിയുടെ വീട്ടിൽ വന്ന് പെട്രോൾ കാശ് ഒരുപാട് കാകുന്നുണ്ട് എന്നും ശ്രുതി പറയുന്നുണ്ട്. അവൻ അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ല, പെട്രോളിൻ്റെ കാശ് ഓർത്തുകൊണ്ടാണെന്ന് അമ്മയെ പിടിച്ചു നിർത്തുന്നത് എന്ന് സച്ചി കളിയാക്കി സംസാരിക്കാണ്. എനിക്ക് അമ്മ ഇവിടെ നിന്ന് പോയതിൽ നല്ല വിഷമമുണ്ട്, നീ ഒന്ന് പോടാ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങ് ദേഷ്യപ്പെടാണ് സച്ചിയോട്. ആൻറ്റി, നീ എങ്ങോട്ടേക്കും പോകണ്ട, ഇവിടെ തന്നെ ഇരിക്കണം, ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു എന്ന് വർഷയും പറയും. എനിക്ക് ഈ വീട്ടിൽ വരാൻ താല്പര്യമൊന്നുമില്ലായിരുന്നു, എല്ലാവരും നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ എൻ്റെ ദേഷ്യം മാറിയിട്ടില്ല എന്നും പറയാണ് ചന്ദ്ര. രേവതി ഇനി ഈ വീട്ടിൽ നിന്നും പോവേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ രേവതിയുടെ വീട്ടുകാർ ഒരിക്കലും ഈ വീട്ടിലേക്ക് കയറിപ്പോവരുത് എന്ന് ചന്ദ്ര നിർബന്ധം വെച്ചു. എൻ്റെ അമ്മയും അനിയത്തിയും എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവരെ കാണാൻ പാടില്ല എന്ന് പറയുന്നത് എന്ന് രേവതി സങ്കടപ്പെട്ട് ചോദിക്കുമ്പോൾ ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. സ്വന്തം അമ്മക്ക് മകളെ കാണാൻ പാടില്ല എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ് എന്നും അവരിങ്ങോട്ടേക്ക് വന്നോട്ടെ എന്ന് രവീന്ദ്രൻ പറയുമ്പോൾ അവർ വാതിൽക്കൽ നിന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ, അകത്തേക്ക് കയറാൻ പാടില്ല എന്ന് തന്നെ ചന്ദ്രമതി അങ്ങ് കടുപ്പിച്ച് പറയും. അവർ വരാൻ പാടില്ല എന്ന് പറയാൻ നമുക്കൊന്നും അവകാശമില്ല എന്നും നാളെ ഒരാവശ്യം വന്നാൽ അവരെ ഉണ്ടാവൂ എന്നും രവീന്ദ്രൻ പറയുന്നുണ്ട്. എങ്കിലും ചന്ദ്രമതി അവരെ അപമാനിക്കുന്ന രീതിയിലായിരിക്കട്ടെ സംസാരിക്കുന്നത്. അവർ വന്ന എൻ്റെ ദേഹത്തെ സ്വർണ്ണമൊക്കെ നോക്കിയിട്ട് അവരുടെ മോനെ പറഞ്ഞു വിടുമെന്നും അവർ എന്നെ തള്ളിയിട്ടിട്ട് സ്വർണം കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി രേവതിയുടെ വീട്ടുകാരെ വല്ലാതെ അങ്ങനെ അധിക്ഷേപിച്ച് സംസാരിക്കുകയാണ്.
അതെ, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ചന്ദ്രമതി അങ്ങ് ചൂടാവും. തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിനെക്കുറിച്ച് ചന്ദ്രമതി പറയുമ്പോൾ, നിന്നെ ആരും വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടൊന്നുമില്ല, നീ ആയിട്ട് പോയത് തന്നെയാണെന്ന് രവീന്ദ്രൻ തിരുത്തി പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പോയപ്പോൾ നിങ്ങളെല്ലാവരും കൂടിയിട്ട് അച്ഛമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പോവുകയാണെന്ന് കേട്ടല്ലോ. അത് ചന്ദ്രമതി ചോദിക്കുന്ന സമയത്തിന് സച്ചിയാണ് ഇത് പറഞ്ഞത് എന്ന് രവീന്ദ്രന് മനസ്സിലായി. പെണ്ണുങ്ങൾക്ക് മാത്രമേ വഴക്കിട്ട് വീട്ടിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുണ്ടോ? ആണുങ്ങൾക്കും പാടില്ലേ എന്ന് രവീന്ദ്രൻ ചോദിക്കും. എന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ് എന്നും കേട്ടല്ലോ എന്ന് ചന്ദ്രമതി ചോദിക്കാണ്. സച്ചി ഇങ്ങനൊരു കള്ളം പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ചന്ദ്രമതി ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത് എന്ന് രവീന്ദ്രൻ അതോടുകൂടെ തന്നെ മനസ്സിലായി. ഈ പ്രായത്തിലാണോ ഡിവേഴ്സിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്നത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, കല്യാണം കഴിക്കാനേ പ്രായപരിധിയുള്ളൂ, ഡിവേഴ്സിന് പ്രായപരിധിയില്ല എന്ന് സച്ചി തമാശ രൂപേണ പറഞ്ഞു. 80 വയസ്സുള്ള ഒരാൾ ഭാര്യയെ ഡിവേഴ്സ് ചെയ്ത വാർത്ത താൻ കണ്ടിട്ടുണ്ട് എന്നും വർഷ പറയും. എനിക്ക് 80 വയസ്സൊന്നും ആയിട്ടില്ലല്ലോ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ, അങ്കിൾ എപ്പോഴാണ് ഇതിനെ പറ്റിയിട്ട് ചിന്തിച്ചത് എന്നാണ് ശ്രുതി തിരിച്ചു ചോദിക്കുന്നത്. താൻ എന്തിനാ ചിന്തിക്കുന്നത് എന്നും, ഇത്രയും പ്രായമായില്ലേ, എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ കിട്ടിക്കഴിഞ്ഞു എന്ന് ചന്ദ്രമതിയെ നോക്കിക്കൊണ്ട് തന്നെ രവീന്ദ്രൻ പറയാണ്. അങ്ങനെ രേവതിയോട് കാപ്പിയെടുക്കാൻ പറഞ്ഞപ്പോൾ അമ്മക്കും എടുക്കട്ടെ എന്ന് അവൾ ചോദിച്ചു. ഞാൻ വന്നിട്ട് എത്ര നേരമായി, ഇപ്പോഴാണ് കാപ്പി വേണോ എന്ന് ചോദിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ചന്ദ്രമതി രേവതിക്ക് നേരെ ആക്രോശിക്കുകയാണ്. അങ്ങനെ എല്ലാവരും മുറിയിലേക്ക് പോകുമ്പോൾ ശ്രുതി മാത്രം ഒരു ചിന്തയിലായിരിക്കും. എന്നാലും ആൻറ്റി പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ കാരണം എന്തായിരിക്കുമെന്ന് അവളിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ശ്രുതി വന്ന് ഇതിനെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ, അച്ഛൻ വിളിച്ചതുകൊണ്ട് തന്നെയാണ് അമ്മ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ശ്രുതി വിശ്വസിക്കുന്നുണ്ടെങ്കിലും ശ്രുതി അതൊന്നും തന്നെ സമ്മതിക്കുന്നില്ല. അങ്കിളിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ അറിയാം ആൻറ്റി എന്തോരം ചീത്ത പറഞ്ഞിട്ടുണ്ടായിരിക്കും അവിടെ നിന്നും വിട്ടത് എന്ന്. അതുകൊണ്ട് വരാൻ വേറെ എന്തോ കാരണമുണ്ട് എന്ന് ശ്രുതി ഉറപ്പിക്കുന്നു. അമ്മ വന്നതിൽ സന്തോഷമില്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, സന്തോഷമുണ്ട് എന്നും, പക്ഷേ കാരണം അറിയണമെന്നും ശ്രുതി പറയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിലെ കാരണം ബാമാൻറ്റിയോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമെന്ന് ശ്രുതി മനസ്സിൽ വിചാരിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രുതി ബാമാൻറ്റിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. എന്തിനാ ആൻറ്റി ഈ വീട്ടുപണിയൊക്കെ എടുക്കുന്നത് എന്നും, പ്രഷറും ഷുഗറുമുള്ള ആൻറ്റിക്ക് ഇതൊക്കെ വയ്യല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിനെ അവൾ ബാമയെ അങ്ങ് സ്വാധീനിച്ചു. ആൻറ്റിയുടെ തലവേദന മാറാൻ ഒരു ഹെഡ് മസാജ് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിനെ ശ്രുതി ബാമാൻറ്റിയെ ഒരു കസേരയിൽ അങ്ങ് ഇരുത്തി. എന്നിട്ട് മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാമാൻറ്റിക്ക് അത് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടും. മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിന് ചന്ദ്രാൻറ്റിക്ക് എന്തിനാണ് ഈ ഒരു സ്ട്രെസ് എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. ആണ് ചന്ദ്രമതി വീട്ടിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി തന്നെ വിളിച്ച് പറയുന്നതാണ് തൻ്റെ സ്ട്രെസ് എന്ന് ബാമാൻറ്റി പറയും. ചന്ദ്രാൻറ്റി ഇത്ര പെട്ടെന്ന് മനസ്സ് മാറിപ്പോകുമെന്ന് താൻ വിചാരിച്ചില്ല എന്നും, രേവതിയുടെ കുടുംബത്തോടുള്ള ദേഷ്യം മാറിയത് ദൈവമായിട്ടായിരിക്കുമെന്നൊക്കെ ശ്രുതി പറയുമ്പോൾ ബാമാൻറ്റി പെട്ടെന്ന് അറിയാതെ ആ ഒരു സത്യം അങ്ങ് വിളിച്ചു പറയാണ്. ദൈവമായിട്ടൊന്നുമല്ല മോളെ, വക്കീലായിട്ടാണ് നിങ്ങളുടെ അമ്മയുടെ മനസ്സ് മാറ്റിയത് എന്നും 2 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ പോയത് എന്നും ബാമാൻറ്റി തുറന്നു പറഞ്ഞു. അറിയാതെ അങ്ങ് പറഞ്ഞു പോയതായിരിക്കട്ടോ ബാമാൻറ്റി. ഇത് കേട്ടപ്പോൾ ശ്രുതി ഒരു ഞെട്ടലോട് കൂടെ ബാമാൻറ്റി എങ്ങനെ നോക്കുകയാണ്. എന്നാൽ താൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്ന് ബാമ തിരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്രുതി വിട്ടുകൊടുക്കുന്നില്ല. 2 ലക്ഷം രൂപയുടെ കണക്ക് എന്താണെന്ന് അവൾ ബാമാൻറ്റിയോട് ചോദിക്കുകയാണ്. ശ്രുതിയുടെ ആ ഒരു ചോദ്യത്തിനു മുന്നിൽ ബാമാൻറ്റി ഇങ്ങനെ പതറി നിൽക്കും. പറഞ്ഞത് അബദ്ധമായി എന്ന് മനസ്സിലായെങ്കിലും അത് തിരുത്താൻ കഴിയാത്ത വിധം സത്യം പുറത്തു വന്നിരുന്നു. ബാമാൻറ്റിയുടെ വിയർക്കുന്ന മുഖം കണ്ടപ്പോൾ ശ്രുതിക്ക് കാര്യം വ്യക്തമായി. ആൻറ്റി എന്തിനാ എന്നോട് കള്ളം പറയുന്നത്? ചന്ദ്രാൻറ്റി തിരിച്ചു വന്നത് വെറുതെ സ്നേഹം കൊണ്ടല്ലേ? ഈ 2 ലക്ഷം രൂപയുടെ കാര്യം എന്താ? ശ്രുതിയുടെ സ്വരം കൂടുതൽ കർക്കശമായി. അവസാനം ബാമാൻറ്റിക്ക് എല്ലാം തുറന്നു പറയേണ്ടി വന്നു. തങ്ങൾ വക്കീൽ വഴി ഒരു തന്ത്രം പ്രയോഗിച്ചിരുന്നുവെന്നും, രേവതിയുടെ കുടുംബത്തിനു മേൽ കെട്ടിവെച്ച ആ ഒരു കേസ് പിൻവലിക്കാനും വീട്ടിലേക്ക് മടങ്ങി വരാനും പകരമായിട്ട് ചന്ദ്രമതിക്ക് പണം വാഗ്ദാനം ചെയ്തു എന്നുള്ള സത്യം ബാമാൻറ്റി അങ്ങ് വെളിപ്പെടുത്താണ് ശ്രുതിയോട്. ഇത് കേട്ടപ്പോൾ ശ്രുതിയുടെ ഉള്ളിൽ ഒരു കുടല് ബുദ്ധി ഉദിച്ചു. ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ രവീന്ദ്രൻ അങ്കിൾ ചന്ദ്രമതിയെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. പക്ഷേ അവൾ അത് ഉടനെ തന്നെയൊന്നും പുറത്തു വിട്ടില്ല. അന്ന് രാത്രി ചന്ദ്രോദയത്തിൽ വലിയൊരു വിരുന്നൊരുക്കിയിരുന്നു. ചന്ദ്രമതി തിരിച്ചു വന്നതിൻ്റെ സന്തോഷത്തിൽ രവീന്ദ്രൻ എല്ലാവരെയും ഒന്നിച്ചിരുത്തി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ തന്നെ രവീന്ദ്രൻ ചന്ദ്രമതി എങ്ങനെ പുകഴ്ത്തി സംസാരിക്കാൻ തുടങ്ങി. ചന്ദ്രമതിക്ക് ഇപ്പോൾ പഴയതിലും മാറ്റം വന്നിട്ടുണ്ട്. പണത്തോടുള്ള ആർത്തിയൊക്കെ കുറഞ്ഞു, മനസ്സ് നന്നാവാൻ തുടങ്ങി. ഇത് കേട്ട ചന്ദ്രമതി അഭിമാനത്തോടെ ഇരിക്കുമ്പോഴാണ് ശ്രുതി എഴുന്നേറ്റത്. അങ്കിൾ, ആൻറ്റി അങ്ങനെ മാറിയിട്ടൊന്നുമില്ല. ആൻറ്റിക്ക് ഒരിക്കലും മാറാനും പറ്റില്ല. ആൻറ്റിയെ മാറ്റിയെടുത്തതാണെന്ന് പറയും. എന്നാൽ പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ ചന്ദ്രമതിക്കെതിരായി പറയുന്ന സമയത്തിന് എല്ലാവരും അതിങ്ങനെ ഷോക്കേറ്റതുപോലെ കേട്ട് നിൽക്കുകയാണ്. ശ്രുതിയുടെ വാക്ക് കേട്ട് എല്ലാവരും അങ്ങ് ഞെട്ടി. അവൾ ബാമാൻറ്റിയുടെ വീട്ടിൽ വെച്ച് നടന്ന ആ ഒരു കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് വിളിച്ചു പറഞ്ഞു. വക്കീൽ കൈമാറിയ 2 ലക്ഷം രൂപയുടെ ചെക്ക് ചന്ദ്രമതിയുടെ ബാഗിലുണ്ട് എന്ന കാര്യം കൂടി അവൾ അങ്ങ് വെളിപ്പെടുത്താണ്.
സച്ചിക്ക് പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ ഒരു ഷോക്കായിരിക്കും. ചന്ദ്രമതിയുടെ ബാഗ് എടുത്ത് പരിശോധിച്ചു നോക്കി. ഉള്ളിൽ നിന്ന് 2 ലക്ഷം രൂപയുടെ കവർ അങ്ങ് പുറത്തെടുത്തു. ഇത് കണ്ടപ്പോൾ രവീന്ദ്രൻ ആകങ്ങ് തകർന്നു പോയി. നീ നിന്റെ സ്നേഹമല്ല ചന്ദ്രയെ വിറ്റത്, നീ ഞങ്ങളെ എല്ലാവരെയും പറ്റിക്കുമായിരുന്നു. രവീന്ദ്രന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. രേവതിയുടെ കുടുംബത്തെ അപമാനിക്കാനും അവരിൽ നിന്നും അകലം പാലിക്കാനും നീ കാണിച്ച നാടകങ്ങൾക്കെല്ലാം പിന്നിൽ പണമായിരുന്നു എന്നറിഞ്ഞപ്പോൾ സച്ചിക്കും അവരോടുള്ള ബഹുമാനം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. രവീന്ദ്രന് ദേഷ്യം വരും. ചന്ദ്രമതി കരഞ്ഞുകൊണ്ടതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഞാൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത് രവിയേട്ട എന്ന് അവൾ പറഞ്ഞു. അത് പറഞ്ഞു തീർക്കും മുൻപേ തന്നെ രവീന്ദ്രൻ ഗർജിക്കുന്നുണ്ട്. ഇറങ്ങിപ്പോയിക്കോ ഇപ്പം തന്നെ നീ എൻ്റെ വീട്ടിൽ നിന്ന്. പണത്തിന് വേണ്ടി കുടുംബ ബന്ധങ്ങൾ പോലും ലേലം വിളിക്കുന്ന നിന്നെ ഈ ഒരു ചന്ദ്രോദയത്തിന് ഇനി വേണ്ട. അങ്ങനെ ആ രാത്രിയിൽ എല്ലാവരെയും വെറുക്കപ്പെട്ടവളായ തന്നെ ചന്ദ്രമതിക്ക് ആ വീട്ടിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നു. താൻ സ്വർണമെന്നും സമ്പത്തെന്നും പറഞ്ഞ് അഹങ്കരിച്ചതെല്ലാം തന്നെ വെറും നിഴൽ മാത്രമായിരുന്നു എന്ന് അവൾ വൈകിയാണെങ്കിലും തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ രേവതിയുടെയും സച്ചിയുടെയും കണ്ണുകളിൽ പടർന്ന ആ ഒരു പുച്ഛം അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകൾ തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.